ഹലോ, നമ്മളിന്നൊരു തീയലുണ്ടാക്കാൻ പോകണം കേട്ടോ. കടച്ചക്ക വെച്ചിട്ട് കടച്ചക്കയെന്നോ ശീമച്ചക്കയെന്നോ അല്ലെങ്കിൽ ആത്തച്ചക്കയെന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ ഇപ്പോൾ. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ടൊരു തീയലുണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ തീയലുണ്ടാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാൻ കഴുകി അരിഞ്ഞ് വെച്ച കടച്ചക്ക ഒരു ചട്ടിയിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. കൂടെ തന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. നാവി അടിച്ചാൽ തന്നെ വേകുന്ന സാധനമാണ് നമ്മുടെ ഈ കടച്ചക്ക. അതപ്പോൾ നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമ്മൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയ തേങ്ങയുടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പെരിഞ്ജീരകം ഉണ്ടല്ലോ, നമ്മൾ മസാലക്കൊക്കെ എടുക്കുന്ന ജീരകം, പെരിഞ്ജീരകം, നല്ല ജീരകമല്ല പെരിഞ്ജീരകമാണേ, അതൊരു ടീസ്പൂൺ കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമ്മൾ ഈ തേങ്ങയൊന്ന് വറുത്തെടുക്കണേ. തീയൊന്നും കൂട്ടി വെക്കേണ്ട, കുറഞ്ഞ തീയിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി കേട്ടോ. കരിഞ്ഞു പോകാണ്ട് നോക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2.5 സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് ഗരം മസാലയാണ് കേട്ടോ, 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ ചിക്കൻ മസാലയുടെ പാക്കറ്റ് അങ്ങനെ വാങ്ങിക്കുന്ന പാക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമുക്ക് ഈ പൊടികളുടെയൊക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ, അത് മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കടച്ചക്കയൊക്കെ വെന്ത് വന്നിട്ടുണ്ടേ. അപ്പോൾ വെള്ളം ഇല്ലാത്ത പോലെ തോന്നും, പക്ഷേ ഉണ്ട് കേട്ടോ, ആവശ്യത്തിന് വെള്ളമുണ്ട്. ഒരുപാട് വെള്ളം കൂടി പോകണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകും. നമുക്ക് കുറച്ച് എന്താ പറയുക, കട്ടിയിൽ തന്നെ കിട്ടുന്നതാണ് കേട്ടോ നല്ലത്. ഒരുപാട് ഉടഞ്ഞു പോകണ്ട. അപ്പോൾ നമ്മുടെ കടച്ചക്കയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ച തേങ്ങയൊക്കെ തണുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിതാ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെന്തിരിക്കുന്ന കടച്ചക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കുന്നത് നമ്മുടെ താല്പര്യം അനുസരിച്ച് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ കട്ടിക്കാണ്ട് എടുക്കണമെങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. അപ്പോൾ ഞാൻ ഇത്രയും വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ, കൂടുതൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ലേ. അപ്പോൾ ഈ ഒരു രീതിയിൽ അങ്ങ് ആക്കിയെടുത്തതിന് ശേഷം നമുക്കിതിൽ ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഈ സമയത്ത്. അപ്പോൾ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പങ്ങ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണേ. അപ്പോൾ തിളച്ച് ഇത് ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാട് തീയങ്ങ് കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയത്തിലിട്ടിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ശീമച്ചക്ക അല്ലെങ്കിൽ ആത്തച്ചക്ക അല്ലെങ്കിൽ കടച്ചക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റാണേ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ അത്തച്ചക്കയുടെയൊക്കെ സീസണാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ പലർക്കും ഇത് വെക്കാനൊരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് വെക്കണമെന്നൊക്കെ ഉള്ളത്. നമ്മുടെ അമ്മമാർക്കൊക്കെ അറിയാൻ പറ്റുമായിരിക്കും, എന്തായാലും കുറച്ച് പേർക്കൊക്കെ ഒരു ഡൗട്ട് ഉണ്ടാവും ഇതെങ്ങനെ വെക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തീയലുണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. തോരനും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിലേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും അതുപോലെ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് താളിച്ചങ്ങ് ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ കടച്ചക്ക തോരനല്ല, തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിന് മുന്നേ ഒരു തോരനും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഷോർട്സ് ആയിട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണണേ. ഓക്കെ, താങ്ക് യു.